സത്യം പറയാ ജനറൽ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് കാണിക്കണ്ടായിരുന്നു. അന്ന് പിന്നെ എല്ലാവരും നമ്മളെ ക്രഷിലും ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ വേഗം ക്ലാസ് എടുക്കുക ചെയ്തത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളെ ജനറൽ ടെസ്റ്റിന്റെ സിലബസ്. ഓക്കെ, സോ ബേസിക്കലി ഇതില് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ നമ്മൾ കുറച്ച് കവർ ചെയ്യുന്നുണ്ട്. ദെൻ ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ഇതിൽ വരുന്നതാണ് ഈ സീരീസും കാര്യങ്ങളൊക്കെ. ആൻഡ് എല്ലാവരിലും വരും ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്. ഈ അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് ഒക്കെ വെച്ചുള്ള സാധനമുണ്ട്, അത് നമ്മൾ ക്ലാസ് എടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സിലബസ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ജനറൽ ടെസ്റ്റിന്റെ പേപ്പറും ലോകത്ത് ഇന്നേ വരെ അച്ചടിച്ചിട്ടില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു പവർ. ഓക്കെ, ഈ സീരീസും ഒന്നും ഇല്ലാത്തൊരു പേപ്പറേ ഇല്ല. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാണ്. എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് അറിയേണ്ട ഒരു വേർഡാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ബേസിക്കലി ഒന്നുമില്ല, ഇവിടുത്തെ ഡെഫിനിഷൻ ജസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് ഇങ്ങനെ നമ്മളിപ്പോ കുറെ എന്താ പറയാ നമ്പേഴ്സ് കോമറ്റ് എഴുതാന്ന് വിചാരിക്കുക. അതില് ഒരു കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഒരു അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ an ordered list of numbers where the difference between term is constant. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ നോക്കിയാൽ 2, 4, 6, 8 എത്ര 2 കൂടി ഇങ്ങനെ പോകുന്നു. ഇത്തരം എന്താ പറയാ ഓർഡേർഡ് ലിസ്റ്റിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുക സീക്വൻസ് ആയിട്ടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സീരീസ് എന്നൊക്കെ ഉണ്ടാവുക. ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി മാത്തമെറ്റിക്കലി ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ കൊളോക്കിയലി ഉപയോഗിക്കുമ്പോൾ ആ ടേം തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ബേസിക്കലി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസിനെ കൂട്ടി എഴുതുന്നതിനാണ് സീരീസ് എന്ന് വിളിക്കുക. ഓക്കെ, എന്താ പറഞ്ഞത്? സീക്വൻസിനെ കൂട്ടി എഴുതുന്നതിനാണ് സീരീസ് എന്ന് വിളിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 2, 4, 6, 8 അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 വെച്ച് കൂടുകയാണ്. 2 4 ആവാൻ 2 കൂടി, 4 6 ആവാൻ 2 കൂടി, അങ്ങനെ. സോ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് വിചാരിക്കും. 2, 4, 6, 8 ഇങ്ങനെ കൂട്ടി പോകുന്നത്. ഇത്തരത്തിനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സീരീസ് എന്ന് വിളിക്കുക. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഈ സീക്വൻസിനും സീരീസിനെയും ഈ ഒരു ഏരിയയിൽ ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുമ്പോൾ ഭയങ്കര ഹാർഡ് സെപ്പറേഷൻ ആയിട്ട് വിളിക്കാറില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ കൂട്ടിയതാവും, ചിലപ്പോൾ കുറച്ചായിരിക്കും, ചിലപ്പോൾ ഗുണിച്ചതായിരിക്കും. സോ വാട്ടവർ, അങ്ങനെ സംഭവിച്ചു പോകും. ഓക്കെ, സോ അതൊരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞതുള്ളൂ. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ജസ്റ്റ് ഒരു എന്താ പറയാ ആസ് എ ജനറൽ നോളജ് ഇതിലെല്ലാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ ഭാവിയിൽ. ആൻഡ് ഈ ഒരു ഫോർമുലാസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം വരികയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ പറയാ മുന്നോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് സീക്വൻസ് അല്ലെങ്കിൽ കുറച്ച് സീരീസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. വളരെ എളുപ്പമുള്ളതാണ്. ആൻഡ് 10th ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ബുക്ക് മാറിയതിന് ശേഷമാണോ നിങ്ങളെ ബാച്ച് ഒക്കെ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ 10th ക്ലാസ്സിൽ ഇങ്ങനെ ചാപ്റ്റർ ഉണ്ടായിരുന്നു, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ട്. മലയാളം മീഡിയം ആണെങ്കിൽ ഞാൻ മലയാളം മീഡിയം, സമാന്തര ശ്രേണി. ഓക്കെ, സോ ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ച ആൾക്കാർ, അതായത് വൃത്തിക്ക് പഠിച്ച ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2, 5, 8, 11, 14 ഇവിടെ നിന്ന് സംഭവിക്കുന്നത് 3 കൂടി പോവാണ്. ഇതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ടേംസിന്റെ ഇടയിൽ ഉണ്ടാവും. കോൺസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഒരേ സാധനമായിരിക്കും. ഇപ്പോ 2ന്റെ കൂടെ 3 കൂട്ടി, 5ന്റെ കൂടെ വീണ്ടും 3 കൂട്ടി, വീണ്ടും 3 കൂട്ടി. ആ 3 അവിടുത്തെ കോൺസ്റ്റന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാറുണ്ട്. ഡി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. D = 3 കോമൺ ഡിഫറൻസ്. പേരൊന്നും അറിഞ്ഞില്ലെങ്കിലും വിഷയമല്ല, ജസ്റ്റ് മനസ്സിലാക്കാം. ദെൻ വരുന്നത് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിന്റെ പ്രത്യേകത
ഇവിടെ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ സംഭവിക്കും. ഉദാഹരണത്തിന് 2 6 ആവണമെങ്കിൽ 2 into 3 ചെയ്യണം, ശരിയല്ലേ? 2നെ into 3 ചെയ്താൽ 6 ആയി. വീണ്ടും 3 ചെയ്ത into 3 ചെയ്താൽ നമുക്ക് 18 കിട്ടും. 3 into 6 18. ഓക്കെ, സോ അങ്ങനെ into 3 ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ അതിന് അത്തരത്തില് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ജോമെട്രിക് സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർഡർ ലിസ്റ്റിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് വിളിക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം. പിന്നെ ഈ ഒരു സീരീസ്, ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, ഈ ഒരു സീരീസ് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് കത്തില്ല. ഇതിന്റെ പേര് ഫിബനാക്കി അല്ലെങ്കിൽ ഫിബനോച്ചി സീരീസ്, അങ്ങനെ പല പേരിൽ വിളിക്കും. ആക്ച്വലി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഫിബനാക്കി, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫിബനാക്കി. സോ ഇവിടെ ഇത് നിങ്ങൾ ഇതിന് മുന്നേ എവിടെയും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ പൈനാപ്പിൾ ഒക്കെ ഇല്ലേ, കൈതച്ചക്ക, അതിന്റെയൊക്കെ മുള്ളുകള് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ ആക്ച്വലി ഈ ഒരു ഫിബനാക്കി സീക്വൻസ് ഫോളോ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഫിബനാക്കി സീരീസ് ഫോളോ ചെയ്യുന്ന രൂപത്തിലാണ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ 0 1 1 2 3 5 ആയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. 0 1 നമ്മൾ എന്താ പറയാ ഫിക്സ്ഡ് ആയിട്ട് എടുക്കും. 0 1 ഇവിടെ ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും? 0 1 കൂട്ടിയാൽ 0 1 കൂട്ടിയാൽ 1 കിട്ടും. ഓക്കെ, ദെൻ ഈ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ 1 + 1 എത്രയാ? 2 ആണ്. ദെൻ 2 + 1 എത്രയാ? 3 ആണ്. തൊട്ടടുത്തുള്ള പ്രിസീഡിംഗ് ആയിട്ടുള്ള സംഖ്യകൾ കൂട്ടുക. 2 + 3 5 ആണ്. 5 + 3 8 ആണ്. 8 + 5 13 ആണ്. 8 + 13 21 ആണ്. ആൻഡ് സോ ഓൺ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫിബനാക്കി സീക്വൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫിബനാക്കി സീക്വൻസ് ആക്ച്വലി രസമാണ്. ഇതിന്റെ ഒരു വേറെ ഭംഗി എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിലെ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ എടുത്തിട്ട് വലിയ സംഖ്യനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 2 / 1, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാൻ പറയാം. അതൊന്നുമില്ല, 0 1 നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കും. ഓക്കെ, 0 1 നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കും. അതാണ് ഈ സീക്വൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. ഇപ്പൊ 0 1 ആഡ് ചെയ്താൽ വീണ്ടും 1 കിട്ടും. കണ്ടോ, തേർഡ് ലെറ്റർ 1 ആണ്. ദെൻ 1 + 1 2 കിട്ടും. ദെൻ 2 + 1 3 കിട്ടും. ദെൻ 2 + 3 5, 3 + 5 8, ദെൻ 5 + 8 13. അങ്ങനെ തൊട്ടടുത്തടുത്തുള്ള ടേംസിനെ കൂട്ടി പോയി എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് സീരീസ് ആണ് ആക്ച്വലി ഫിബനാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ സീക്വൻസോ സീരീസോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഇത് ഫിബനാക്കി ആണ്. സോ അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ഇതിന് വേറെ സെറ്റപ്പ് ഒന്നുമില്ല. ഇൻ ദ സെൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ തിരിഞ്ഞെന്ന് വരില്ല. ഓക്കെ, സോ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ തൊട്ടടുത്തടുത്തുള്ള സംഖ്യകളെ റേഷ്യോ എടുക്കാന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് 2 1 2/1 ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടും. ഓക്കെ, അടുത്തത് എടുക്കുകയാണെങ്കിൽ 3/2 എത്രയാ? 1.5 അത് 3/2 എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ എടുത്തെടുത്തുള്ള 8/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1.6 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് കാൽക്കുലേറ്റർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1.6. സോ ബേസിക്കലി ഇത് ഇങ്ങനെ പോയി ഒരു 1.618 അവസാനിക്കുക എന്നല്ല നമ്മൾ പറയാം, കൺവേർജ് ചെയ്യുക, അതിലേക്കാണ് പോവുക. ഓക്കെ, ഈ സീരീസിന്റെ തൊട്ടടുത്തടുത്തുള്ള സംഖ്യകളുടെ റേഷ്യോ ഈ ഒരു 1.618 പോകും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ 1.618 പ്രത്യേകത ഉണ്ട്. അതിന്റെ പേരാണ് ഗോൾഡൻ റേഷ്യോ. ഓക്കെ, അതിന്റെ പേരാണ് ഗോൾഡൻ റേഷ്യോ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമ്മളെ ഈ ഗോൾഡൻ റേഷ്യോയില് ആണ് ഭൂരിഭാഗം നമ്മുടെ ഈ നേച്ചറിൽ കാണുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ കുറേ പാറ്റേൺസ് ഈ ഒരു ഗോൾഡൻ റേഷ്യോയിലേക്ക് കൺവേർജ് ആവുക. ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ വെറുതെ 2 കിട്ടി, 1.5 കിട്ടി, തൊട്ടടുത്തുള്ള സംഖ്യകളെ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ ഈ ഒരു സീരീസിൽ.
അപ്പൊ ഇങ്ങനെ 2 1.5 ആയി 1.6 ആയി ദെൻ ഞാൻ പറഞ്ഞു 1.618 പോകുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വലുതെന്ന് തുടങ്ങി ഇങ്ങനെ 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 കുറഞ്ഞു ചെറിയൊരു 1.618 പോകും. സോ ബേസിക്കലി ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ ഈ സീഷെല്ല്, അതായത് നമ്മളെ ശംഖ് എന്നൊക്കെ പറയില്ലേ, സീഷെല്ല്, അതേപോലെ സൺഫ്ലവർ, അതേപോലെ പൈൻ്റെ കോണ്, അതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു എന്താ പറയാ, അതിനൊക്കെ ഒരു സിമിലർ ടച്ച് ഉണ്ട് ബേസിക്കലി. സോ ആ സിമിലർ ടച്ചിനെയാണ് നമ്മൾ ഈ ഗോൾഡൻ റേഷ്യോ എന്ന് പറയാം. അപ്പൊ ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് ഇൻ ഇന്റർനെറ്റ്. സോ രസമാണ് സംഭവം. ഓക്കെ, സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ ഫിബനാക്കി സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഗോൾഡൻ റേഷ്യോന്റെ എന്താ പറയാ നമ്പർ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ നോളജും കൂടിയാണ്. ഗോൾഡൻ റേഷ്യോ എത്രയെന്ന് വെച്ചാൽ 1.618. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് 1.618. ഓക്കെ, സോ ഭയങ്കരമായിട്ടൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കേൾക്കുക, രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്ക്വയർ, ക്യൂബ് അതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങളെല്ലാം എത്ര പേർക്ക് 1 മുതൽ 10 വരെ ഉള്ളതിന്റെ സ്ക്വയർ അറിയാം? ഒന്ന് മെസ്സേജ് ഇടോ, അറിയാമെന്ന് മെസ്സേജ് ഇടോ. 1 മുതൽ 10 വരെ അറിയോ? മെസ്സേജ് വേണ്ട, മറ്റേ തമ്പിട്ടാ മതി. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? ഓക്കെ, അറിയാത്തവരാണ് ഈ കൈ വെക്കുന്നത്. ഓക്കെ, സോ സ്ക്വയേഴ്സ് ജസ്റ്റ് നിങ്ങൾ 1 മുതൽ 20 വരെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, 1 മുതൽ 20 വരെ. അതും കൂടി പറയാൻ മറന്നുപോയി. എത്ര വരെ പഠിക്കാന്ന് വെച്ചാൽ 1 മുതൽ 20 വരെ. സോ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് സ്ക്വയേഴ്സ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ 1, 4, 9, 16, 25, 36, 49, 64, 51, 100, 121, 144, അങ്ങനെ 20ന്റെ 400 വരെ. സോ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, പഠിക്കണം, ഉറപ്പായിട്ടും പഠിക്കണം. കാരണം നമുക്ക് യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഉപകരിക്കുന്നതാണ്. ഓക്കെ, 13ന്റെ എത്ര? 169 ആണ്. 14 അങ്ങനെ ഇത് പഠിച്ചിരിക്കണേ. സോ അറ്റ്ലീസ്റ്റ് 10 വരെ എങ്ങനെ അറിഞ്ഞിരിക്കണം. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ക്യൂബ്സും സ്ക്വയേഴ്സ് ഒക്കെ വരാറുണ്ട്. സോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെയാണ് ക്യൂബിന്റെ കാര്യം. ക്യൂബ് എല്ലാവർക്കും അറിയോ? 1 മുതൽ 10 വരെ അറിഞ്ഞാൽ മതി ക്യൂബ്. സോ 1ന്റെ ക്യൂബ് 1 തന്നെ, പിന്നെ 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ 64, 5ൻ്റെത് 125, 6ൻ്റെത് 216, 7ൻ്റെത് 343, 8ൻ്റെത് 64×8 2, 512, so on 729, 10ൻ്റെത്. സോ ഇങ്ങനെ ക്യൂബും സ്ക്വയേഴ്സ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അറിയാലോ. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യനെ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം. ഓക്കെ, 1 × 1 × 1 is 1 cube, 2 × 2 × 2 is 2 cube. അങ്ങനെ ജസ്റ്റ് ഈ ഒരു ഇത് അറിഞ്ഞിരിക്കുന്ന വളരെ നല്ലതാണ്. ഓക്കെ, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇത് ഉണ്ടാവും. സോ ആ സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കേസും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അല്ല ഇത് കഴിഞ്ഞാൽ പെട്ടെന്നല്ല, ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. സോ ഇവിടെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ചിലപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക്, ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചോണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പെടും. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം +3 ആയി, 7 + 3 ആണ് 10. ദെൻ -2, 10ന്ന് 2 കുറച്ചാലാണ് 8. പിന്നെ വീണ്ടും 3 കൂട്ടി, പിന്നെ വീണ്ടും 2 കുറച്ചു, 3 കൂട്ടി 2 കുറച്ചു, 3 കൂട്ടി 2 കുറച്ചു, 3 കൂട്ടി +3 -2.
സോ ഇത്തരം സീരീസിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? -1 1 -1 1 -1 1 -1. അടുത്ത എന്തായിരിക്കും? ഒന്ന് കമന്റിൽ പറയോ? എത്ര ആയിക്കടാ? -1 1 -1 1 -1 1 -1. ദെൻ നെക്സ്റ്റ് ടേം എത്ര ആയിരിക്കും? 1 1 1 1. ഓക്കെ, സോ ഇത്തരം സീരീസ് നമ്മൾ ഓസിലേറ്റിംഗ് എന്ന് വിളിക്കും. ഓസിലേറ്റിംഗ്. ഈ ഫിസിക്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മോഷൻ എന്നർത്ഥം. സോ ബേസിക്കലി ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. -1 1 -1 1 -1 1 അങ്ങനെ പോകും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സീരീസും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കണം. അപ്പോ ചോദിക്കും, സംഖ്യകളൊക്കെ കഴിഞ്ഞ് നമ്പറിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് വരിക, അത്രേ ഉള്ളൂ? അല്ല, അവിടെ വരും നമ്മളെ വില്ലൻ അല്ല, നല്ല കാര്യമാണ് ഇത് വരുന്നത്. ഇനി ആൽഫബറ്റിക് സീരീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആൽഫബറ്റ്സും ഇതുപോലെ വരും. ഓക്കെ, ആൽഫബറ്റ്സ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തില്ലേ April 1, അതായത് കോഡിങ് ഡീകോഡിങ്, മറ്റേ ഇജോട്ടി ഒക്കെ പഠിപ്പിച്ച ക്ലാസ്. അതിനില്ലാത്ത എത്ര പേരുണ്ട് ഇതില്? ജസ്റ്റ് ഒന്ന് പറയോ, മറ്റേ ഇജോട്ടി പഠിപ്പിച്ച ക്ലാസ് ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കോ. ആയിഷത്തിന് അഫിയ, ഒന്ന് രണ്ട്, എത്ര പേരുണ്ട്? 2 പേര്. ഓക്കെ, കുറച്ച് പേരേ ഉള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് അവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോ ഓൾറെഡി കേട്ടവർക്ക് ഒരു മടുപ്പാവണ്ട, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ബേസിക്കലി നിങ്ങൾക്ക് ആൽഫബറ്റിക് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ A മുതൽ Z വരെ അറിഞ്ഞിരിക്കണം. അങ്ങനെ വെച്ചാൽ അതൊക്കെ ഞങ്ങൾ LKG പഠിച്ചാണ് സാർ എന്ന് പറയും. വെയിറ്റ് ആക്ക്. A മുതൽ Z വരെ അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് ഞാൻ വന്നിട്ട് ചോദിക്കാം, എടാ J എത്രാമത്തെ ടേമാ, K എത്രാമത്തെയാ, S എത്രാമത്തെയാ, ഇങ്ങനെ ചോദിച്ചാൽ കുടുങ്ങി അല്ലെ. A മുതൽ Z വരെ അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ABCDEFGHIJ 10. അങ്ങനെ കയ്യും വേണം നിൽക്കും. കയ്യുമെന്ന് എണ്ണരുത്. സോ നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്പുകൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാണ് ആ ടിപ്പുകൾ, കാരണം അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ആൽഫബറ്റിക് സീരീസ് നമ്മൾ അറിയേണ്ടത് A മുതൽ Z വരെ അറിയണം. ഓക്കെ, A മുതൽ Z വരെ അറിയണം. A മുതൽ Z വരെ അറിയണം. Z വരെ എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷന്റെ വാല്യൂസ്. ഓക്കെ, ഇപ്പോ 26ാമത്തെ ആളാരാ? Z ആണ്, അത് നമുക്കറിയാം. 1ാമത്തെ A ആണ്. അതിന്റെ ഇടയിലുള്ള പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. സോ അതിന് കുറച്ച് കോഡുകളൊക്കെ ഉണ്ട്. ഇപ്പൊ O ചോദിച്ചാൽ നമ്മൾ ഓഗസ്റ്റ് 15 ആലോചിച്ചാൽ മതി. 15ാമതാണോ? ഓഗസ്റ്റ് 15. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ T ചോദിച്ചാൽ എത്രയാ? T എത്രാമത്തെ? നിങ്ങൾ കമന്റ് ബോക്സ് ഒക്കെ ഓൺ ആക്കി വെച്ചോ. നമുക്കിപ്പോ ഇപ്പൊ മുതൽ നമ്മൾ ഓൺ ആവാൻ പോവാ. ഓക്കെ, 2020. ഓക്കെ, T20 എന്താ കോഡ്? എന്താ T20? 2020 അല്ലെങ്കിൽ T20, ഇതാണ് ഐഡിയ. ഓക്കെ, സോ J 10 അത് നമ്മള് ഇജോട്ടി എന്ന് പറഞ്ഞ സാധനം പറയാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇജോട്ടി. ഓക്കെ, ഇജോട്ടി മറന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ഇജോട്ടി. ഓക്കെ, ഇജോട്ടിയിൽ എന്തൊക്കെയാ വരുന്നത്? 5 10 15 20 സ്ഥാനവിലകളാണ്. സോ നമുക്ക് ജനറൽ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന് മുന്നേ, ജനറൽ ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, ജനറൽ ടെസ്റ്റ് ലാസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് ലാസ്റ്റ് ആയിരിക്കും ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡിന് മുന്നേ. സോ ആ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ഇജോട്ടി ഒക്കെ എഴുതി വെക്കും. ABCD മുതൽ Z വരെ എഴുതി വെക്കും. കാരണം എന്താ, ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടുണ്ടാവും. ആ ഒരു 12 മാർക്ക് 16 മാർക്ക് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. ഓക്കെ, അതെങ്ങാ തെറ്റിന്ന് പറഞ്ഞ എന്റെ അടുത്ത് അങ്ങ് വന്ന ഞാൻ വെറും പശകാണ്, ഞാൻ നല്ല ചീത്ത പറയും. ഓക്കെ, സോ ബേസിക്കലി ഇത് നമ്മൾ അത്രയും കൃത്യമായിട്ട് പഠിച്ചാണ്. ഓൾറെഡി നിങ്ങൾ അന്ന് ക്ലാസ് ഇല്ലാത്തവരാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യം T എത്രാമത്തെ വെച്ചപ്പോ 20 എന്നൊക്കെ പറഞ്ഞത്. റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇജോട്ടി ഈ ഒരു ഐഡിയ ഉണ്ടാവണം. ഈ JOTY. ഓക്കെ,
ഇജോട്ടി അറിയണം. 5, 10, 15, 20. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ വേറെ പറഞ്ഞ ടിപ്പുകളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. കേരള പോലീസ് KP, കെന്റെ ഓപ്പോസിറ്റ് P ആണ്, ജെന്റെ ഓപ്പോസിറ്റ് Q ആണ്. ജാക്കും ക്യൂനും ടൈറ്റാനിക് സിനിമ. പിന്നെ I എന്തായിരുന്നു? ഇന്ത്യൻ റെയിൽവേ IR. HS ഹൈസ്കൂൾ. GT നിസാൻ. പണ്ടിപ്പുരാന്തന്മാർ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ. FU വല്ല ഫുള്ളെന്ന് പഠിച്ചു വെക്കാം. ദെൻ EV ഈവനിങ്. BY ബോയ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോഡുകൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി കുറെ പേര് അന്നുണ്ടായിരുന്നു. പിന്നെ എല്ലോ, ആ വാക്കൊന്നും നീ പറയുന്നില്ല. എനിക്ക് ബ്രേക്കപ്പ് ആയി, അപ്പൊ ഇനി മുതൽ ലവ് ഒന്നുമില്ല. സോ എല്ലോ ലവ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. MN മോൻ എന്ന് പഠിച്ചോ, മോൻ. ഓക്കെ, DW ഡാവിഞ്ചി. ഡ്യൂന്നോ എന്തേലൊക്കെ പഠിച്ചു വെക്കി, ഒന്ന് അറിഞ്ഞിരുന്നാ മതി. മോന് MN മോന്. ഓക്കെ, മോനെ. അതിന് മുന്നേ ഒന്ന് ചേർക്കരുത്, പിന്നീട് ഒന്ന് ചേർക്കരുത്. ഓക്കെ, നല്ല പിള്ളേരൊക്കെ. സോ മോൻ. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും പഠിച്ചു. IR, ഇന്ത്യൻ റെയിൽവേ, ഹൈസ്കൂള്, GT, FU, EV. ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ജനറൽ ടെസ്റ്റിങ്ങിന് എഴുതാൻ പോയിരിക്കുമ്പോൾ പേപ്പറിൽ ആദ്യം എന്താ എഴുതി വെക്കുക? ഇത് എഴുതി വെക്കണം. ഇത് എഴുതി വെക്കാൻ മറക്കരുത് മക്കളെ. ഇത് ഞാൻ വീണ്ടും പറയാണ്. ഇനി എങ്ങാ എഴുതി വെക്കാതെ എന്താ പറയാ കുറെ സമയം കളഞ്ഞെന്ന് ഞാൻ വല്ലതും അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഞാനല്ല, ഞാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ആലോചിച്ചാൽ മതി. ആലോചിച്ച് എന്ത് ഓർമ്മ വരും? ഇജോട്ടി ഓർമ്മ വരും. ഇജോട്ടി ഓർമ്മ എന്ന് എന്ത് വരും? ഇത് എഴുതണമെന്ന് മനസ്സിലാവും. ഇജോട്ടി ഓർമ്മ എന്ന് ഇത് എഴുതണമെന്ന് മനസ്സിലായി എന്ത് ചെയ്യും? നിങ്ങൾ എഴുതും. നിങ്ങൾ എഴുതിയിരിക്കണം, എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, സോ ഇതാണ് മെയിൻ. ഇതറിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെല്ലെ നിങ്ങൾക്ക് ഇനി ടിപ്പൊക്കെ വേണം. ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ടിപ്പ്. എന്താ? A മുതൽ Z വരെ എഴുതിയിരിക്കണം, അതൊരു ടിപ്പ്. A മുതൽ Z വരെ എഴുതിയിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിക്കണം. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. ഇത് ബുദ്ധിമുട്ടാ അറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. പിന്നെന്താ? വേറെ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്പൊന്നും ഇല്ല അതില്. പിന്നെ പ്രാക്ടീസ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ ആരും മടി പിടിച്ചിരിക്കരുത്. ഓക്കെ, ഡോണ്ട് ബി ലേസി. ഇതാണ് മോട്ടിവേഷൻ, ഇന്നത്തെ മോട്ടിവേഷൻ. ആരാ തരുന്നത്? അമൽനാഥ്. ഓക്കെ, എന്റെ റൂംമേറ്റ് ഇടയ്ക്ക് പറയുന്ന വേക്കപ്പ് സോൾജിയർ അല്ലെ കമോൺ സോൾജിയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും വാളില്. അപ്പോ മടി പിടിക്കരുത്. പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് അയക്കുന്നത് ചെയ്യുക, അയക്കാത്തതും ചെയ്യുക, എവിടെന്നെങ്കിലൊക്കെ തപ്പിയെടുത്ത് ചെയ്യുക, എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ഓക്കെ, പണ്ട് ബ്രില്യൻ പാലയിൽ ഒരു സാറുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറയാം, പഠിച്ചവരുണ്ട്, റിവൈസ് ചെയ്യും. ഓക്കെ, സോ പഠിക്കുന്ന മാത്രം പോലെ പഠിച്ചു കഴിഞ്ഞാൽ റിവൈസും ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോകും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇനി ഞാൻ റെസ്റ്റ് എടുക്കാം. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞോളി. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചിലപ്പോ ചീത്തയൊക്കെ പറയാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ കുറച്ചു നേരത്തെ പറഞ്ഞാണ്. എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ? പരിയാസൂക്കിയൊന്നുമില്ല. എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ? മറക്കൂല സാർ, മറന്നാലും പറയൂല. പറയരുത്. മറന്നോ നീ, പക്ഷെ പറയരുത്. ഈ നേരത്തേത് കേട്ടില്ല സാർ. സങ്കടായി. എന്താ കേൾക്കാഞ്ഞ്? ഞാൻ കാര്യമായിട്ട് പറയുന്നു. അതായത് ഒന്നുമില്ല രമണ, നമ്മള് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ EV ആണ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. കാരണം എന്താ? ഇജോട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് അല്ലെ? സോ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു മക്കളെ? EVന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ? ഒന്നുകൂടെ കാണിക്കുക അവിടെ. EV എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് V. ഇത് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതൊക്കെ ചോദിച്ചാണ്. അപ്പോ നിങ്ങൾ കൃതജ്ഞരായിരിക്കണം, അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കണം. കാരണം എന്താ? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാണ്. കാരണം ഇത്ര എളുപ്പമാണ്. നമ്മൾ ഇജോട്ടിയൊക്കെ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാല്ലേ?
ഇ വി. ഈ ഇ വി മനസ്സിലായവരുണ്ടല്ലോ, കാരണം HS ഹൈസ്കൂള്, ജാക്കും ക്യൂനും, ഇന്ത്യൻ റെയിൽവേ, KP ഇവരൊക്കെ ഓപ്പോസിറ്റ് ആണ്. അത് Hന് ഓപ്പോസിറ്റ് ആണ് S, Jന്റെ ഓപ്പോസിറ്റ് ആണ് Q, Aക്ക് ഓപ്പോസിറ്റ് Z പോലെ. ഓക്കെ, സോ ആ ഇജോട്ടിയും ഒന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊക്കെ ഇട്ടിങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ നമുക്കറിയാം ഇജോട്ടി അറിയാം. ആരെ പഠിപ്പിച്ച്? ഞാൻ, അമൽനാഥ്. പേര് എഴുതിയിരിക്കാം, അമൽനാഥ്. ഓക്കെ, മറക്കരുത്. സോ പച്ചയൊക്കെ ഉണ്ടല്ലോ അവിടെ. നെക്സ്റ്റ് ചെയ്ത് നോക്കൂ, നമ്മളെ പറ്റും, നിസ്സാരം. ആൻസർ കിട്ടിയോ? 2 DGI കളിയത്ത്. AB നമ്മളെ പഴയ സ്ഥിരം കോഡുകളൊന്നും മാറിയില്ല കേട്ടോ. QM ഉണ്ട്, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. AM ഉണ്ട്, ആൻസർ മനസ്സിലായില്ല. പിന്നെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അത് മതി, എത്ര? DGI ഓക്കെ. സോ QMമാരും AM ഇല്ലാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചും കൂടെ പ്രോ ആയി. ഇപ്പൊ കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവുന്നുണ്ട്. മെച്ചമുണ്ട്. ബുദ്ധി കൂടി, ഇന്റലക്ച്വൽ എബിലിറ്റി കൂടി. ഐക്യൊന്നും കൂടില്ല അന്നേരം. അപ്പൊ ഇവിടെ ഒന്നുമില്ല, ABC. ഇവിടെ ഒരു ടിപ്പ് ഇതാണ്, ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെറുതെ എഴുതി നോക്കുക, അപ്പൊ നമുക്ക് കിട്ടും ABCD DEFG FGHI ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ ആണെങ്കിൽ DGI ABCD DEFG FGHI. മറ്റേ എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനെ ABC ഇങ്ങനെ നോക്കാം, പക്ഷെ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ കുത്തനെ എഴുതുന്നതായിരിക്കും. ഓക്കെ, കിട്ടി ചെന്ന ഫാത്തിമ കിട്ടി. ഓക്കെ, സോ അതാണ് നമ്മുടെ ആൻസർ. പോവല്ലേ QMകാരൊന്നും ഇല്ലല്ലോ, എളുപ്പമാണ്. ഈ ഒരു പവറിൽ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ QM അയക്കാം, ആൻസർ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ AM അയക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഴയ കോഡുകളാണ്. എല്ലാരും പണ്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ശരിക്കും, പുതിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് അത്ര സ്പീഡ് ഉണ്ടാവില്ല. ഒരു പാട്ട് പാടാം. YC യെസ്, മയ്യസുക്കി വന്ന്. അമ്മോ, ഞാൻ അത്രയും നേരം ഓഫ് ആയിരിക്കുന്നു. യെസ്. CC റിഫാക്കെ, CC റിഫയ്ക്ക് ഒരു പൂക്കുറ്റിയും റിഫ നമ്മള്. ഓക്കെ എടാ, ഞാൻ കൊറേ തവണ പറഞ്ഞ എനിക്കെന്നെ ചടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്പറുകൾ അറിഞ്ഞിരിക്കണം. ഈ B എത്രാമത്തെ നമ്പറാ? B 2 ആണ്. XO 24. അറിയോ?
പൈസ ഒന്നല്ല ജന, ഈ ബേജാറാവല്ല, നിക്ക് ഞാൻ പറയാം. വെയിറ്റ്. സോ ബേസിക്കലി ബി എന്ന് പറഞ്ഞ രണ്ടും എക്സ് 24 ഇതൊക്കെ അറിയാലോ. എക്സ് വൈ സെഡ്, സെഡ് 26 ആണെങ്കിൽ വൈ 25, എക്സ് 24. നമ്പർ സ്ഥാനവില്ല പറയുന്നത് കേട്ടോ. കെ എത്രയാ? ജെ കെ എൽ പി. ജെ എത്രയാ? 10, കെ 11. അറിഞ്ഞിരിക്കണം ടി 20. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 9 കൂടി പോവാ. സോ 2ന്റെ കൂടെ 9 കൂട്ടിയ 11, 11ന്റെ കൂടെ 9 കൂട്ടിയ 20, 20ന്റെ കൂടെ 9 കൂട്ടിയ 29. 29ാമത്തെ ലെറ്റർ ആവണം ഇവിടെ വരേണ്ടത്. നമുക്ക് 26 ലെറ്ററേ ഉള്ളൂ മക്കളെ. അപ്പൊ എന്ത് സംഭവിക്കും? 26 കഴിഞ്ഞാൽ 1, 2, 3ാമത്തെ ലെറ്റർ നമ്മൾ എടുക്കേണ്ടി വരും. അതെന്താ? സി ആണ്. മനസ്സിലായിണ്ടാവില്ല? മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോളിട്ടോ. സോ സി. വൈസി അയച്ചവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വൈ അല്ല. ഇല്ല, മനസ്സിലായില്ല. എനിക്കറിയാം. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തില്ലേ, അതാണ്. സോ ബേസിക്കലി ഒന്നുമില്ല. ബി 2, കെ 11, ടി 20. അങ്ങനെയാണെങ്കിൽ സി എത്രാമതാ വരിക? അത് എനിക്ക് മനസ്സിലായില്ലേ? 2, 9 കൂട്ടിയിട്ടാ പോകുന്നത്. അപ്പൊ 29ാമത്തെ ലെറ്റർ വരണ്ടേ? നമുക്ക് 26 ഉള്ളൂ. അപ്പൊ 26 കഴിഞ്ഞാൽ അടുത്ത സർക്കിൾ തുടങ്ങും. അടുത്ത സർക്കിൾ എന്താ? 26, 27, 28, 29. അപ്പൊ എ ബി സി. 26 എന്ന് പറഞ്ഞാൽ സെഡ് ആണ് 26ാമത്തെ. പിന്നെ എ ബി സി. സോ അങ്ങനെ സി. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പ്രശ്നമില്ല, മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു രൂപത്തിലാണിത് വർക്ക് ചെയ്യുക. ആ സൈക്കിള് കംപ്ലീറ്റ് ആവും. ഓക്കെ. അതേപോലെ തന്നെ എക്സ് 24, ക്യൂ എത്രയാ? ജെ 10 ആണെങ്കിൽ ക്യൂ 17. ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നതാ, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഹൈസ്കൂള്, ജെ ക്യൂ ഇങ്ങനെയൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഒരാളും കൂടി പറയാണ്, ഇതൊക്കെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ജെ 10 ആണെങ്കിൽ ക്യൂ 17 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂട്ടി 27 കിട്ടണം. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. ഓക്കെ. എസ് ടി എന്നാണ്. എസ് ബേസിക്കലി 19. അപ്പൊ അങ്ങനെയാണെങ്കിൽ എച്ച് 8. ഇങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ക്യൂ 17. ഞാൻ എണ്ണ നിന്നില്ല, എനിക്ക് വേഗം കിട്ടി. അതാണ് മീൻസ് പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ. ഇവിടെ സംഭവിക്കുന്നത് 24, 17 7 കുറഞ്ഞു, വീണ്ടും 7 കുറഞ്ഞു, വീണ്ടും 7 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സി. അതായത് 10, 7 കുറഞ്ഞ 3ാമത്തെ ലെറ്റർ. 10ന്ന് 7 കുറഞ്ഞ 3ാമത്തെ ലെറ്റർ സി. സി ആണ് ആൻസർ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന്. ഇതാണ് കഥ. 7 കുറഞ്ഞു പോകുന്നു, മറ്റേ സ്ഥലത്ത് 9 കൂട്ടി പോകുന്നു. സോ ഇങ്ങനെ ഉണ്ടാവും. പി വൈ ക്യു ആണ്. ഓക്കെ. സോ നമ്മൾ പല ആസ്പെക്റ്റിലും ചിന്തിക്കണം ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുത്തനെ എഴുതാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ. സത്യം തെറ്റല്ലേ? ഇതേ പ്രശ്നമുള്ള പറഞ്ഞോട്ടോ. എം വരെ ഉണ്ടാവും. ആൻസർ മനസ്സിലാവാത്തവര് ചിലപ്പോൾ ഉണ്ടാവും. എം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് പറയാം. സെറ്റാണ്. ഓക്കെ. സോ അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരുവാണ്. സോൾവ് ചെയ്തോ? സമയം എടുക്കും, പറയാം. പക്ഷെ ഇതൊരു ഷുവർ ഷോട്ട് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഷുവർ ഷോട്ട്. ഷോർട്ട് ഈ ഒരു ടൈപ്പ് ഷുവർ ഷോട്ട് ആണ്. ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. Okay.
AABCCD. AABCCD. ഓക്കെ. ആയിഷത്തിനാഫിയ പറയുന്നു. ഒരാൾ ആൻസർ പറഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷൻ. കാരണം കൂടി പറയോ ജസ്റ്റ്? വൈ നാഫിയ വൈ. നാഫിയ ഒന്ന് പോയി വോട്ടൊക്കെ ചെയ്തോ? ചെയ്തില്ല. വോട്ടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്ലൈ നോക്കി. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ട് ആർക്കെങ്കിലും? ഞാനിവിടെ ആരെയൊക്കെ വിശ്വസിക്കുന്നില്ല. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? റിഫ പറഞ്ഞല്ലാതെ. റിഫ 3 ആ പറയുന്നത്. നെക്സ്റ്റ് ആർക്കും ഇല്ല. നമുക്ക് സീക്വൻസ് ബിക്കംസ് കൺസിസ്റ്റന്റ് വിത്ത് റിപ്പീറ്റേഷൻ. നാഫിയ പറഞ്ഞൊന്ന് വെറുതെ ചെയ്ത് നോക്കാം. AABCCD. ഇവിടെ നിന്ന് സംഭവിക്കുന്നത് AABCA, ABBCD, ACCCD, CBCDDB. എവിടെ കൺസിസ്റ്റൻസി? എവിടെ അന്ന് വായിച്ചേ നീ? AABCD ആണോ? ഒരു വൃത്തി ഉണ്ടോ വായിക്കാൻ? ഇല്ല, വൃത്തിയില്ല. അതല്ല ആൻസർ. ഓക്കെ. പ്രത്യേകിച്ച് ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തോറ്റു. സോ ഇവിടുത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് വരും. ഞാനൊരു പ്രാക്ടീസ് പ്രോബ്ലം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ. ഇത്തരം ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഓപ്ഷൻ 1 ആവാനുള്ള ചാൻസ് വളരെ ലെസ് ആണ്. ഓക്കെ. ആൻഡ് നമ്മൾ ഓപ്ഷൻ 1 എഴുതും ചെയ്യും. ഇപ്പോ നാഫിയ കാണിച്ച പോലെ വായിച്ചിട്ട് നല്ല രസമുണ്ട് ഇത് വായിക്കാൻ, അങ്ങനെ ഒക്കെ കൊടുത്താൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മക്കളെ, അങ്ങനെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഇവിടെ നമ്മൾ നോക്കണ്ടേ. എടാ ആൻസർ ഒന്നും പറഞ്ഞില്ല. ആൻസർ ഇതുവരെ പറഞ്ഞില്ല. ബേസിക്കലി ഒന്നുമില്ല. ഇതിൽ കൊടുത്തു നോക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? AABCD, then ABBCD, ABCCD, ABCDD. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്താലും ഏറെക്കുറെ ഒരു ഫ്ലോ ഉണ്ടാകും വായിക്കാൻ. ഇതിന്റെ പ്രത്യേകത ABBCCDD കണ്ടോ? ഒരു വൃത്തിയുള്ള ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് വെറുതെ വേണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇതിൽ കൊടുക്കാം. സോ എന്ത് കിട്ടും? ACBDBD. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ പരമാവധി ഇങ്ങനെ എടുത്തെഴുതരുത്. ഒരു ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ വേറെ എവിടേക്ക് എഴുതാൻ പാടില്ല. അത് ഇതിന് നേരെ മുകളിൽ തന്നെ ഇങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് വായിച്ചു നോക്കുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ ബേസിക്കലി. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ A 2 ആണോ വന്നു, പിന്നെ B 2 ആണോ വന്നു, C 2 ആണോ വന്നു, D 2 ആണോ വന്നു. ഓക്കെ. സോ ബേസിക്കലി ഇവിടെ നോക്ക് AABCC, then ABBCD കണ്ടോ? അപ്പൊ തന്നെ ആ ഒരു ഫ്ലോ പോയി. കാരണം ബിയും സിയും ഡിയും ഇവിടെ വന്നു, അവിടെ സിയും ഡി ഒന്നും വരുന്നില്ല. ആൻഡ് ഇവിടെ വരുമ്പോൾ BBCDD ആൻഡ് DCCD മീൻസ് ഒരു കൃത്യമായൊരു ഫ്ലോ ഇല്ല. പക്ഷെ ഈ ഒരു ഓപ്ഷന് നല്ലൊരു ഫ്ലോ ഉണ്ട്. ശരിയല്ലേ? സോ ബേസിക്കലി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും നിങ്ങൾക്ക് ഇങ്ങനെ തന്നപ്പോ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ 3 വന്നിട്ട് വരട്ടത്. ഓക്കെ. എനിക്ക് അതാണ് ഒരു ഫ്ലോ തോന്നിയത്. നാലാമത്തെ ഓപ്ഷനും വെറുതെ കൊടുത്തു നോക്കാം. അപ്പോ എന്താ പറയാ, ഒരു റിപ്പീറ്റേഷൻ കറക്റ്റ് കിട്ടില്ല. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഓക്കെ. ഇത്തരം ക്വസ്റ്റ്യൻസ് ബേസിക്കലി പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും ഡൗട്ട് തോന്നും, അയ്യോ ഇതിപ്പോ പലതിട്ട് കൊടുത്താൽ മാറ്റും. എലക്ഷൻ ആയതുകൊണ്ട് മാറ്റാൻ സാധ്യത കുറവാ. എലക്ഷൻ 9-ാം തീയതി അല്ലേ? പിന്നെ ടെന്റേറ്റീവ് ഡേറ്റ് ആണ് ആക്ച്വലി NCERT പറഞ്ഞത്.
ചെറിയ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ പറയില്ല ഉണ്ട്. മാറ്റൂല. ഇപ്പോഴേ പഠിച്ചോ, നല്ല പഠിച്ചോ. ഓക്കെ. സോ ഇതാണ് ഇതില് എന്താ പറയാ ഒരു ഫ്ലോ ഉള്ളത്, വായിക്കാൻ പറ്റിയത്. ഓക്കെ. സോ ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്താ പറയാ ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഫ്ലോ കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. ഫ്ലോ വേണം. ഇപ്പൊ എന്താ ട്രെൻഡിങ്? അലിൻ ജോസ് പെരേരന്റെ ഒക്കെ പാട്ടാണ്. അതില് പുള്ളിക്കൊരു ഫ്ലോ നഷ്ടപ്പെട്ടു ആ ചപ്പാത്തി എത്തിയപ്പോ. സോ അതുപോലെ ഒരു ഫ്ലോ നഷ്ടപ്പെടാതിരിക്കുക. അഥവാ മാറ്റിയ നിങ്ങളെ ക്ലാസ് എക്സാമിന്റെ ഡേറ്റ് വരെ കിട്ടും. പരമാവധി നമ്മൾ ശ്രമിക്കാം. ആൻഡ് ബേസിക്കലി ഞങ്ങള് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡ് ജനറൽ ടെസ്റ്റ് അത് നമ്മൾ എന്തായാലും കവർ ചെയ്യും 17-ന്റെ മുന്നേ. പിന്നെ നമ്മൾ എന്തായാലും ഫുൾ സപ്പോർട്ടിന് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും എക്സ്ട്രാ 2-3 സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അത് ആലോചിച്ച് പേടിക്കണ്ട. നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്. ആ ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും ഡിലീറ്റ് ആവില്ല. നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ കിട്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയാലും ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഇപ്പോ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാരാണ്. സോ അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി അപ്പുറം നിങ്ങൾക്ക് കുറെ മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് കിട്ടും. ഓക്കെ. ബേസിക്കലി നിങ്ങൾ ഒരു സെൻട്രൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നല്ലൊരു കോളേജിലോ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ അക്കാദമിക്സിനെക്കാട്ടി അപ്പുറം നിങ്ങൾ ഉണ്ടാക്കുന്ന കണക്ഷൻസ് ആയിരിക്കും. ഓക്കെ. സോ ആ ഒരു കണക്ഷൻസ് ഒന്നും ഒരിക്കലും വിടാതിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊക്കെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ്, നമ്മളൊക്കെ പഠിപ്പിക്കാൻ വരുന്ന PhD-ക്കാര്, അവരോടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കണക്ഷൻ പിന്നീട് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കും. ഇൻ ദ സെൻസ് ചിലപ്പോ ഇപ്പോ ഇതിൽ തന്നെ ഫിസിക്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ നമ്മളൊക്കെ ഇന്ത്യ ഒരു പിന്തലമുറയും മീൻസ് ഇൻ ദ സെൻസ് ഞാനും ഫിസിക്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഒരാളുണ്ടാവുന്ന പറഞ്ഞാൽ നല്ലതല്ലേ. സോ ഒരിക്കലും ലെഫ്റ്റ് ആയി പോയത് ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ലെഫ്റ്റ് ആയിക്ക് പോകും. പക്ഷെ ആ ഒരു കണക്ഷനൊക്കെ അവിടെ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ. ഏത് സമയത്തും എന്ത് കാര്യത്തിന് വേണമെങ്കിൽ നമ്മളൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ എന്താ പറയുക +2 ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു കണക്ഷൻ എന്നുള്ളൊരു നിലയ്ക്ക് തന്നെ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളൊപ്പം ഉണ്ടാവും എക്സാം കഴിഞ്ഞിട്ടും എക്സാം കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിയിട്ടും അതിന് ശേഷം ഒക്കെ. ഓക്കെ. സോ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ. ഇവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. AABF നിങ്ങൾക്ക് ചെയ്ത് ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂ. പകച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റിൽ പറയൂ. ഒരു ക്ലൂ കിട്ടിയപ്പോ കിട്ടി. ബേസിക്കലി ഇപ്പോ ആർക്കെങ്കിലും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ
കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല, സാറ് പറയുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ, അങ്ങനത്തെ ഒക്കെ കേസസ് പലരും പറയാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോ നമ്മള് ഒരു ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കും, വീഴും, ആദ്യം തന്നെ ആരും കയറി നമുക്കൊരു ഐഡിയ കിട്ടും ഇതൊക്കെ എവിടം വരെ പോവും. നമ്മൾ പറയില്ലേ, പോയാൽ തന്നെ എവിടം വരെ പോവും നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ ആ ആസ്പെക്റ്റിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിപ്പോ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ഡിഫറെന്റാ. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് മെത്തേഡ്സ് ആണ് ഇപ്പൊ പഠിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ കണ്ടു? അഡീഷൻ കണ്ടു. ഫസ്റ്റ് കണ്ടത് അഡീഷൻ അല്ല, ഫസ്റ്റ് കണ്ടത് ഓപ്പോസിറ്റ് വേർഡ്സ് അല്ല, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ലെ? EV അല്ലായിരുന്നു നമ്മളെ ആൻസർ, ഓപ്പോസിറ്റ്. പിന്നെ ആഡ് ആയി പോകുന്നത് +3 സംതിങ്. ഞാൻ അതേപോലെ നമ്മുടെ റിപ്പീറ്റേഷൻ ഓർ ഫ്ലോ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അത് നമുക്ക് വേറെ ഒരു മെത്തേഡും ഇല്ല, ഓപ്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മാത്രമേ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ. ദെൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതേ നമ്പേഴ്സ് എഴുതി വെക്കാം. 1, 1, 2, 6. അതിന് നിങ്ങൾക്ക് എന്ത് സഹായിക്കും? 15, 20, 25. ഇതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എഴുതാടാ. എഴുതാം. ഓക്കെ, F 5ന്റെ 1 കൂട്ടി 6 ആണ് അല്ലെ? JK 11 ആണ്. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് എഴുതി വെച്ചാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് 1, 1, 2, 6 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 1ന്റെ 1 അല്ലെങ്കിൽ 2, 3, 6 നമുക്ക് വേഗം കണക്ഷൻ കിട്ടും. സോ ആ ഒരു ആസ്പെക്റ്റിൽ ഇവിടെ നോക്കുമ്പോൾ 1, 2, 2. ഓക്കെ, അപ്പൊ 1 കൊണ്ട് വിളിച്ച്, 2 കൊണ്ട് വിളിച്ച്, 3 കൊണ്ട് വിളിച്ച്, അപ്പൊ ഇനി 4 കൊണ്ടാ വിളിക്കേണ്ടത്. സോ 6 × 4 24. സോ 24th ലെറ്റർ ഏതാ? X ആണ്. 24 is X. ഓക്കെ, സോ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മള് ആൽഫബറ്റ്സ് വിട്ട് ആൽഫബറ്റ്സ് ഓവർ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറിക്കൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് തോന്നുന്നു? ഓക്കെ, ഇവിടെ 1 എന്ന് പറഞ്ഞവരുണ്ട്, ആക്ച്വലി 0 പറയുന്നവരുണ്ട്. നോക്കാം. ഓക്കെ, 0 ആൻസർ കറക്റ്റ് അല്ല. സോ ഇവിടുത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 776ഉം 1296ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ പോകരുത്. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കാൻ വലിയ സംഖ്യയിലേക്ക് പോകരുത്. കാരണം നമുക്ക് ഇവിടെ 6, 36ഉം 216 ഒക്കെ ഉണ്ടാ. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇത് 6⁻1 ആണ്, 6² ആണ്, 6³ ആണ്. അങ്ങനെയാണെങ്കിൽ 6⁻4 ആയിരിക്കും. അത് കൺഫേം ചെയ്യാൻ വല്ലാണ്ട് പോകണ്ട, കാരണം 2, 3 ഒക്കെ കിട്ടിയില്ലേ? 1, 2, 3 ഉണ്ട്, അപ്പൊ പിന്നെ 4 തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലാസ് എപ്പോഴാ കഴിയാം? എന്തിനാ? എന്ത് പ്രശ്നമുണ്ടോ? ആൻഡ് 6⁻0 ആയിരിക്കും ഇവിടുത്തെ ആള്. ഇതാണ് നമ്മുടെ എന്താ പറയാ ലോജിക്ക് എന്ന് പറയുന്നത്. 6⁻4, 3, 2, 1. അങ്ങനെയാണെങ്കിൽ അടുത്ത് 6⁻0. 6⁻0ന്റെ വാല്യൂ എത്രയാ? ആർക്കെങ്കിലും അറിയോ? ആൻസർ പറഞ്ഞവരുണ്ട്. ബേസിക്കലി ഓക്കെ, 1 ആണ്. അതെങ്ങനെ വന്നെന്ന് അറിയോ? ജസ്റ്റ് കാണിക്കാം.
1 ആണ് 6⁻0. അതായത് എന്ത് സംഖ്യ പവറിൽ 0 വന്നാൽ അത് 1 ആയിരിക്കും. ഓക്കെ, 0 വന്നതിന്റെ കഥ മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ x⁻0 എടുത്തു വിചാരിക്കും. ഒരു x എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട്, നമുക്കറിയില്ല. അപ്പോ അതിനെനിക്ക് x⁻1 - 1 എന്ന് എഴുതാം. 1 - 1 എന്താ? 0 ആണ്. ശരിയല്ലേ? 1 - 1 0 ആണ്. ആൻഡ് ഈ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി അറിയുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. a⁻m + n എന്ന് പറഞ്ഞാൽ a⁻m × a⁻n ആണ്. ഓക്കെ, അത് ഇങ്ങനെ പവർ മൾട്ടിപ്ലൈ ചെയ്താൽ ആ പവേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 - 1 ആണ്. അതിന് എനിക്ക് എന്ത് എഴുതാം? a⁻x⁻1 × x⁻1 എന്ന് എഴുതാം. ശരിയല്ലേ? ആ പ്ലസും മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, സോ x⁻1 × x⁻−1 എന്ന് എഴുതാം. ബേസിക്കലി x⁻−1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/x ആണ്. സോ x × 1/x എന്ന് വരും. സോ 1 കിട്ടും. അങ്ങനെ ഏതൊരു സംഖ്യേന്റെ x⁻0 എടുത്താൽ 1 കിട്ടും. ഇഫ് x ഈസ് നോട്ട് ഈക്വൽ ടു 0. 0 ആണെങ്കിൽ നടക്കൂല. 0⁻0 എന്താ? അൺഡിഫൈൻഡ് ആണ്, നമ്മൾ ഡിഫൈൻ ചെയ്തില്ല. ഓക്കെ, സോ 6⁻0 ആണ്, ആൻസർ 1 ആണ്. ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലാവര് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അത്രയും മതി. ഞാൻ ജസ്റ്റ് പറയുമ്പോ എല്ലാം പറയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐഡിയ കൂടെ തന്നാണ്. ഓക്കെ, ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ക്ലാസ് എപ്പോഴാണ് കഴിയാന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ തന്നെ. എന്താ ബോറടിക്കുന്നുണ്ടോ? കഥ പറയണം എന്തേലും? എന്ത് കഥ ഞാൻ പറഞ്ഞുതരാം എനിക്ക്? പെട്ടെന്ന് കഥയൊന്നും കിട്ടുന്നില്ല. ഞാൻ എന്തേലും അടുത്തേല് വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഥ പറഞ്ഞു കേട്ടോ. നമുക്ക് ബോറടിക്കും. കാരണം ഇപ്പൊ ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ അല്ലേ, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ ഒരു കഥ ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഥ പറയാം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. ഓക്കെ, കഥ അതും നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ചെയ്ത് തീർക്കാം. ഇതും ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കൂ. സാർ എങ്ങനെ NCERT എക്സാമിന് പഠിച്ചേ? നല്ല ചോദ്യം. രണ്ട്. ഓക്കെ, ഒന്ന് എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. സോ ഞാൻ വീണ്ടും പറയുന്നു, നമ്മള് ഏറ്റവും എന്താ പറയാ വലിയ സംഖ്യയിലേക്ക് പിടിക്കരുത്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. സോ താഴെയുള്ള നോക്കാം. ഇവിടെ 22, 242 അങ്ങനെയാണ്. സോ 242 എന്ത് ചെയ്താലാണ് 22 ആവുക എന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കുക. അതിന് പകുതിയല്ല എന്തായാലും. 10 കൊണ്ട് ഹരിച്ചാൽ എത്തുമോ? 24 ആവുള്ളൂ. ഒരു 11 കൊണ്ടാണെങ്കിലോ? സോ 11ന്റെ അതാണ് പറയുന്നത്. നമുക്ക് 11ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ചെറിയൊരു ഐഡിയ ആണ്. ഈ 11 നിങ്ങൾ ഈ 1 2 1 അതേപോലെ 1 3 2 ഇത്തരത്തിലുള്ള സംഖ്യകളൊക്കെ കാണാന്ന് വിചാരിക്കുക. അതായത് നമുക്ക് 1 2 3 അതേപോലെ 1 4 3 അതേപോലെ 2 4 2 then 2 5 3 ഇങ്ങനെ എടുത്തടുത്തുള്ള സംഖ്യകളൊക്കെ ഒന്നിച്ച് കാണാൻ. ആരാ ഇവിടുത്തെ വില്ലൻ? ആരാ? 11. ഓക്കെ, സോ ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇവിടെ 24 2 തവണ പോകും, ശിഷ്ടൻ 2, 22 2 തവണ പോകും, അങ്ങനെയാണ് 22 കിട്ടി. സോ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 26 6 2 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 242 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 22 വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ആ ആൻസർ കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, സോ ഞാൻ ടിപ്പ് എന്താ പറഞ്ഞത്, ഇത്തരത്തിലുള്ള എന്താ പറയാ ആൽഫബറ്റ്സ് നമ്പേഴ്സ് കാണുകയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു 11. 11 എന്തോ ഒരു ബന്ധമുണ്ട്. ഓക്കെ, 11 എന്തോ ബന്ധമുണ്ട്. സോ അങ്ങനെയാണ് ആ 2 കിട്ടിയത്. എല്ലാവർക്കും ഒരു ഏകദേശം കത്തിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ഇതിലൊരു ടിപ്പ് എന്ന് പറയാനുള്ളത് ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് ചുരുങ്ങുക, അവിടെ നിന്ന് നോക്കി തുടങ്ങുക, അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആൻഡ് എന്നോട് ആരോ ചോദിച്ചു എങ്ങനെയാണ് NCT എക്സാമിന് പഠിച്ചത്. ബേസിക്കലി ഇന്റെ ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് NCT എക്സാം എഴുതുന്നത്. അപ്പോ പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയാ പത്രത്തിലൊരു പത്രക്കട്ടിങ് കണ്ടാണ് ഇങ്ങനെ ഒരു NCT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, NCT എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, ITP എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും. ആൻഡ് അതിൽ കൂടുതൽ അട്രാക്ട് ചെയ്തത് ബേസിക്കലി നല്ല കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് അണ്ടറിലുണ്ട്. അതായത് IITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദെൻ NIT-കള്, ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികള്. സോ അതായിരുന്നു ബേസിക്കലി ഇന്ത്യൻ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. എനിക്ക് ഏതെങ്കിലും നല്ല സെൻട്രൽ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലുള്ള എവിടെ കോളേജസിലൊന്നും ഡിഗ്രിക്കൊന്നും അപ്ലൈ ചെയ്തിട്ട് കൂടി ഉണ്ടായില്ല. ഞാനിങ്ങനെ എക്സാം എഴുതാന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരുന്നത്. അപ്പൊ CUT എഴുതി ശേഷം കൊളായി. ടു ബി ഹോണസ്റ്റ്, വിചാരിച്ച പോലെ നടന്നില്ല CUT. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു നമുക്കറിയില്ല ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയത്. സോ അത് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു 9 ദിവസത്തെ ഗ്യാപ്പിലെ എക്സാം നടന്നത്. അപ്പൊ ഞാൻ ചെയ്തത് ബേസിക്കലി ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡ് പഠിച്ചു. അതെങ്ങനെ പഠിച്ചു വെച്ചാൽ സിലബസ് നോക്കിയപ്പോ യൂട്യൂബിൽ 1-2 വീഡിയോ കണ്ടു. ആൻഡ് സിലബസ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ എടുത്തു. അങ്ങനെ ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡ് പഠിച്ചു. ജനറൽ ടെസ്റ്റ് ഞാൻ ഓൾറെഡി കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോ അതൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ ഒപ്പിച്ചത്. പിന്നെ ഡൊമൈൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് ഞാൻ എഴുതിയത്. അതെനിക്ക് കെമിസ്ട്രി വല്ലാണ്ട് അറിയില്ല, പക്ഷെ ഫിസിക്സും മാത്സും കുറച്ച് സെറ്റ് ആയിരുന്നു. അപ്പോൾ ആ 2 മാർക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്താ പറയാ NIT-യിലൊക്കെ അഡ്മിഷൻ കിട്ടിയത്. അതാണ് കഥ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. NIT കിട്ടാൻ എത്ര സ്കോർ വേണം? NIT കിട്ടാനുള്ള സ്കോർ എന്നൊക്കെ പറയുന്നത് അത് ഓരോ വർഷം മാറും. ഓക്കെ, അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും ഓരോ വർഷം. ഞാൻ എല്ലാവരോടും പറയാം, ഒരു 350 300 പ്ലസ് ടു 350 അബോവ് 300 അബോവ് ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും. ഓക്കെ, 300 പ്ലസ് 350 അബോവ്, അതായത് പകുതി മാർക്കേ ഉള്ളൂ. 640 പകുതിയേ ഉള്ളൂ ഈ 350 എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ? 320 ആണ് പകുതി. സോ ആ ഒരു 350 എന്നൊക്കെ പറയുമ്പോൾ പകുതിനെക്കാട്ടും കുറച്ചും കൂടെ മുകളിൽ. സോ ആ ഒരു ലെവലിലെ സ്കോർ കിട്ടിയാൽ തന്നെ നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നുണ്ട് പലർക്കും. അപ്പോ ആ ഒരു സ്കോർ അതിലൊരു എയിം ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടോ. അതായത് ചെറിയ സ്ട്രാറ്റജി, നിങ്ങൾക്ക് 7 പേപ്പർ ഉണ്ട്. ഓക്കെ, 7 പേപ്പർ. ആ 7 പേപ്പറിൽ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോ 70 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അതായത് ഞാൻ പറയുന്നു 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്തു. അതായത് ഓരോ പേപ്പറിലും 20ഉം 25ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. 25 ഉള്ളതുണ്ട്, 20 എണ്ണം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പേപ്പറിനും 10 എണ്ണം വെച്ച് അറ്റൻഡ് ചെയ്തു, എന്താ പറയാ ശരിയാക്കി. അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ 70 ക്വസ്റ്റ്യൻ ശരിയാക്കി. 70 ക്വസ്റ്റ്യൻ ശരിയാക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 70 × 4 മാർക്ക് കിട്ടും. എത്ര? 280 സ്കോർ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ 300-നോട് അടുത്തെത്തിയില്ലേ? സോ ഈ 10 എന്നുള്ളത് ചിലതില് 12ഉം ചിലതില് 13ഉം ചിലതില് 14ഉം ചിലതില് 15 ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ, ഞാൻ ഈ 70 എന്നുള്ളത് ഒരു 2 3 5 5 4 9 9 ഒരു 10ഉം കൂടെ ആഡ് ചെയ്തു 80 ക്വസ്റ്റ്യങ്ങൾ ശരിയാക്കി. 80 × 4 എത്രയാ? 320 മാർക്കാണ്. ഈ 320 ഒക്കെ നല്ലൊരു സ്കോറാണ്. ഞാൻ പറയുന്നില്ല 320 ഒതുങ്ങാൻ, പക്ഷെ ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒരുപാട് ചെയ്ത് നെഗറ്റീവ് അടിച്ച് കൊളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്.
നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടാക്കുക, അതായത് ഒരു 12-14 ക്വസ്റ്റ്യൻ ഞാൻ ശരിയാക്കും. സോ അത് മൊത്തം ശരിയാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു വിഷയം ഉണ്ടാവും. ആ വിഷയം വെച്ച് പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ ഒരു 320 സ്കോർ കിട്ടും. സോ ബേസിക്കലി ഞാൻ ലാസ്റ്റ് ഇയറിലൊക്കെ ഇങ്ങനെ കുറെ പിള്ളേർക്ക് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവര് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് അഡ്മിഷൻ കിട്ടിയവരുണ്ട്. കിട്ടിയവരൊക്കെ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അത്. കാരണം നല്ലതാണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ലാംഗ്വേജിലും കുറെ നേരം ഇരുന്നിട്ട് മൊത്തം സോൾവ് ചെയ്യാൻ നിൽക്കും, പക്ഷെ എന്നാൽ കുറെ എണ്ണം തെറ്റു ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത ഡൊമൈനിൽ എത്തുമ്പോൾ എന്താ പറയുക, ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കും. അപ്പൊ ബാക്കി 2 ഡൊമൈനിന് സമയം അല്ലാണ്ട് കിട്ടില്ല, വേഗം അടിച്ചു മാറ്റും. അപ്പോ നിങ്ങൾ ഏറ്റവും ആദ്യം ഫുള്ള് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം വേഗം കംപ്ലീറ്റ് ചെയ്യാം ഒറ്റ സ്ട്രെച്ചിൽ, പിന്നെ വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, എനിക്ക് റിവ്യൂ ഒക്കെ ചെയ്തിടാൻ വേണ്ടി പറ്റും കമ്പ്യൂട്ടർ ടെസ്റ്റിൽ. വീണ്ടും തിരിച്ചു വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ സ്ട്രാറ്റജി ഉള്ളത് നല്ലതാണ്. ഈ 350 കിട്ടിയാലൊക്കെ നല്ല സ്കോറാണ്. ആ സ്കോറൊക്കെ വെച്ചിട്ട് NIT-യിലൊക്കെ കിട്ടാൻ ഒരു 80% ചാൻസ് ഉണ്ട്. കാരണം ലാസ്റ്റ് ഇയറിലും അതിന് മുന്നത്തെ ഇയറിലൊക്കെ 350 കിട്ടിയവരൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ വർഷം കുറച്ചുകൂടെ ഉണ്ടാവും. എന്താ പറയാ, ഒരു ടഫ് ഇൻഡെക്സ് ഒക്കെ കുറച്ചും കൂടെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഓക്കെയാണ്. ഓക്കെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ നല്ലതാണ്. ബേസിക്കലി ഇങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയക്കാം. നിങ്ങൾ ഗ്രൂപ്പിലൊന്നും ഒന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നത്. ഗ്രൂപ്പിലൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇത്തരത്തിലുള്ള അറിവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആൻഡ് ഈ പോണ്ടിച്ചേരി നല്ലതാണോ ചോദിച്ചാൽ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന 2, 3, 4 ആൾക്കാരുടെ നമ്പർ ഉണ്ട് അയച്ചുതരാം. ചോദിച്ചോ, നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോ. അങ്ങനെ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കണക്ഷൻസ് ഉണ്ട്. സോ ആ കണക്ഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന സമയമാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ആരെങ്കിലും എന്താ പറയാ സംസാരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കും. എന്റെ നമ്പർ അതിൽ എപ്പോഴും നിങ്ങൾ കാണുന്നല്ലേ, ഞാൻ എനിക്ക് നമ്പറൊന്നും തരുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് തന്നെ തോന്നി ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് അയക്കുന്നത്. ആൻഡ് ഇനി ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഇതിന്റെ ഒരു ഫോട്ടോയും ഒക്കെ ഉണ്ട്, ഇങ്ങനെ കാണാം. അമൽനാഥ് പി. ഓക്കെ, സോ ഇത്തരം ചർച്ചകളൊക്കെ നമുക്ക് അതിൽ ആക്കാം. നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ബാക്കി എനിക്ക് ചെയ്യാൻ വേണ്ടി തരാം. ഓക്കെ, സോ ഇവിടെ 2 കിട്ടി, എല്ലാവർക്കും കത്തിയും തോന്നുന്നു. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യോ, ചെയ്ത് നോക്കൂ, എന്ത് തോന്നുന്നു? C 1 and 2 and 2 into 2 into 4 and 2 into 2 into 4 into 16. 256 പറയുന്നുണ്ട്, സി പറയുന്നുണ്ട് ഓപ്ഷൻ. ഓക്കെ, സോ ആർക്കെങ്കിലും കത്താതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഈ 4ഉം 16ഉം 2ഒക്കെ ഒന്നിച്ചിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവുന്ന. സോ ഇവിടെ 1 into 2 2, then 1 into 2 into 2. ഓക്കെ, അപ്പൊ 4 കിട്ടി. 1 into 2 into 2, then 1 into 2 into 2 into 4. ഓക്കെ, 2 2 4, അപ്പൊ 16. അതായത് തൊട്ടടുത്തുള്ള പ്രിസീഡിംഗ് ആയിട്ടുള്ള എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇനി ഇത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 16 into 4 into 16. ഓക്കെ, സോ ഇത് 256 ആണ്. 16 into 16, 16ന്റെ സ്ക്വയർ 256. ഒരു ട്രിക്ക് പറഞ്ഞിട്ടെ, നിങ്ങൾ ഈ a+b² പഠിച്ചില്ലേ? a² + 2ab + b². ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഈ 16ന്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ 6ന്റെ സ്ക്വയർ എത്രയാ? 36. 3 ഇഷ്ടം 3. 6 അതിന്റെ ഇരട്ടി 12. 12 3 15. ശിഷ്ടം 1. അതുകൊണ്ട് ശിഷ്ടം 1. പിന്നെ 1ന്റെ സ്ക്വയർ 1 1 2. ഒന്നും മനസ്സിലായില്ലല്ലോ? ആർക്കേലും കത്തിയോ ഞാനിപ്പോ പറഞ്ഞത്?
ഞാനിപ്പോ എന്താ ചെയ്ത വെച്ചാൽ A² B² 2AB ഒക്കെ എടുത്തു. അങ്ങനെയാണ് ഈ 256 കിട്ടിയത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. എല്ലാവർക്കും A+B² അതൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ പലരും പറയും, ഓ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ. ഇതൊക്കെ യൂസ്ഫുൾ ആണ്. അത് യൂസ് ചെയ്യാൻ അറിയാത്തതിന് പ്രശ്നമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ഒന്ന് ഹാങ് ആയേ. സോ 16ന്റെ സ്ക്വയർ നമുക്ക് എടുക്കണം. സോ 16ന് നമുക്ക് 10+6 അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്ര വെച്ചാൽ ഈ A² + 2AB + B² ആണല്ലോ A+B² ഫുള്ള്. സോ ഇവിടെ നിങ്ങൾ 6ന്റെ സ്ക്വയർ ആദ്യം എടുക്കുക. 6ന്റെ സ്ക്വയർ എത്രയാ? 36. ശിഷ്ടം 3. ഓക്കെ, 36ന് 6 എന്ന് എഴുതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2AB ആണ്. അപ്പൊ ABക്ക് 1 × 6 അതിന്റെ ഇരട്ടി 12. 12ഉം ശിഷ്ടം 3ഉം 15. അപ്പൊ 5. പിന്നെ വീണ്ടും ശിഷ്ടം 1. 1ന്റെ സ്ക്വയർ 1, 1 + 1 2, 256. വേണമെങ്കിൽ ഒന്നും കൂടെ കാണിക്കാം. 14ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16ന് 6 ശിഷ്ടം 1. പിന്നെ എന്ത് ചെയ്യാം? 1 4 4 ഇരട്ടി 8, 8 1 9. 1ന്റെ സ്ക്വയർ 1. കണ്ടോ? ഈ A² വന്നു, 2AB വന്നു, B² വന്നു. സോ ഇതൊക്കെ ഒരു ട്രിക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഇപ്പൊ 33, 34 അല്ലെ വേണ്ട ഒരു 25 ഇപ്പൊ എടുത്തു എന്ന് വിചാരിക്കാം. എന്ത് കിട്ടും? 5ന്റെ സ്ക്വയർ 25ന് 5 ശിഷ്ടം 2. ഇവിടെ 2 5 10, 10ന്റെ ഇരട്ടി 20, 22ന് 2 ശിഷ്ടം 2. ഓക്കെ, 2ന്റെ സ്ക്വയർ 4, 4 2 6, 625. കണ്ടോ? കിട്ടും. സോ ബേസിക്കലി A+B² ഒക്കെ ആരെങ്കിലും ചോദിക്കാൻ അതൊക്കെ എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ പഠിച്ചിട്ട് ഉപകരിക്കണം. യൂസ് ചെയ്യാൻ അറിയാത്തതിന്റെ പ്രശ്നം. ഓക്കെ, 625 ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കിളിയായി. അപ്പൊ തൽക്കാലം സ്ക്വയർ ഒക്കെ കുറച്ച് പഠിച്ചു വെക്കുക. 20 വരെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇത്തരം മാത്തമാറ്റിക്സ് ഒക്കെ എന്തെങ്കിലും ടഫും കാര്യങ്ങളൊക്കെ തോന്നുന്നു വിചാരിക്കാം. മാത്തമാറ്റിക്സ് നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ട്രിക്കോ കുറെ ട്രിക്കുകളുണ്ട്. ആക്ച്വലി ഒരുപാട് ട്രിക്ക് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ലാഭിക്കാം. ഓക്കെ, ഞാൻ എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ട്രിക്കിനായിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കണം. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പഠിക്കുന്നതിന് ഇടയിൽ ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ പറയും. ഓക്കെ, സോ അങ്ങനെ A+B² ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. പിന്നെ കുറച്ച് വലിയ സംഖ്യ കിട്ടിയാലും ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പോ ഉദാഹരണത്തിന് 98 കിട്ടി വിചാരിക്കാം. 98ന് 100 - 2ന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് ഇതിന്റെ എക്സ്പാൻഷൻ അറിയാലോ. A-B² എന്താ? A² - 2AB + B². അതുപോലെ ഇത് ചെയ്യാം. 100ന്റെയും 2ന്റെ ഒക്കെ സ്ക്വയർ എടുക്കാൻ വളരെ എളുപ്പമാണ്. സോ അങ്ങനെ 98ന്റെ സ്ക്വയർ സിമ്പിൾ ആയിട്ട് കിട്ടും. സോ ഇത്തരത്തില് ആ ഒരു ഐഡന്റിറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ എക്സസൈസ് ആയിട്ട് തരാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. എളുപ്പമാണ്. 33. ഇവിടെ സംഭവിക്കുന്നത് എന്താ? 2 കൂടി 4 കൂടി 6 കൂടി 8 കൂടി പിന്നെ 10 കൂടണം അല്ലെ? 2 കൂടി 4 കൂടി 6 കൂടി 8 കൂടി പിന്നെ 10 കൂടണം. സോ 10 കൂടിയാ 23 + 10 33 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തിനാ വെച്ചാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ട്രിക്കാണ്. ഇത് ഉപകരിക്കും. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഡിവൈഡ് ചെയ്യാൻ എല്ലാം ഉപകരിക്കും. ഉദാഹരണത്തിന് എടാ
6 ഇൻറ്റു 5 എത്രയാ? നമുക്കറിയാം 30 ഓക്കെ. 7 ഇൻറ്റു 5 35 അറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന രൂപത്തിൽ ഒന്ന് ചെയ്ത് നോക്കണേ. 8 ഇൻറ്റു 5 ചെയ്യാൻ 8ന്റെ പകുതി എത്രയാ? 4 പകുതി. 0 ചേർക്കുക, 0 ചേർക്കുക, പകുതി എടുക്കുക, 0 ചേർക്കുക. ഓക്കെ. 12 ഇൻറ്റു 5 അറിയോന്നറിയില്ല, 60. സോ 12ന്റെ പകുതി 6, 0 ചേർക്കുക, 60. ആൻസർ കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെക്ക് ചെയ്യാം കേട്ടോ. 14 ഇൻറ്റു 5 എത്രയാ? 14ന്റെ പകുതി 7, 70. അങ്ങനെയാണെങ്കിൽ 22 ഇൻറ്റു 5 എത്രയാ? വേഗം എന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. 110. ഓക്കെ, 110. സോ ഇങ്ങനെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 110. ആൻഡ് ഇത് ഇപ്പൊ ഞാൻ ഫുൾ ഇരട്ട സംഖ്യ എടുത്ത്, ഇനി വേണമെങ്കിൽ നോക്കാം. ഒരു 23 ഇൻറ്റു 5, അല്ലെങ്കിൽ ആദ്യം 7 ഇൻറ്റു 5 എത്രയാ? നിങ്ങൾക്കറിയാം 35. 7ന്റെ പകുതി എത്രയാ? 3.5 അല്ലേ? 3.5. ഇവിടെ നമുക്ക് 0 പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് വെട്ടിയാൽ മതി, 0 ചേർക്കണ്ട. ബേസിക്കലി രണ്ടും സെയിം ആണ്. ഈ 0 ചേർക്കുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം, ശരിയല്ലേ? സോ ഇവിടെ പോയിന്റ് ഒഴിവാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 23 ഇൻറ്റു 5 എത്രയായിരിക്കും? 23ന്റെ പകുതി എടുക്കുക, എത്രയാ? 11.5. സോ 115 കിട്ടും. ഓക്കെ. ഒരു 37 ഇൻറ്റു 5 ആണെങ്കിലോ 37ന്റെ പകുതി, തൊട്ടടുത്ത സംഖ്യ 36ന്റെ പകുതി 18, അപ്പോ 18.5. സോ 185. എളുപ്പല്ലേ? എളുപ്പല്ലേ? നിങ്ങൾ പറ, ഇത് ട്രിക്ക് അല്ല, അത് കൊലച്ചതിയാണെന്ന് നിങ്ങൾ പറ. എളുപ്പല്ലേ? എളുപ്പമുണ്ടോ? ഓക്കെ. സോ ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. ഈ നമ്മളിപ്പോ എന്ത് പഠിക്കുകയാണെങ്കിലും എങ്ങനെയാ വന്നതെന്നൊക്കെ അറിയുന്നത് നല്ലതാണ്. ആർക്കും മനസ്സിലായത് എങ്ങനെ വന്നതെന്ന്? ഓക്കെ, ഇതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഉദാഹരണത്തിന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു x×5 ചെയ്യണം എന്ന് വിചാരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എക്സിന്റെ പകുതി എടുക്കും, x/2, പിന്നെ 0 ചേർക്കും, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് x/2 ഇൻറ്റു 10 അല്ലെ? 0 ചേർക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഈ 2ഉം 5ഉം വെട്ടിയ എന്താ നമ്മൾ ചെയ്യുന്നത്? എന്താ? 5 കൊണ്ട് മൾട്ടിപ്ലൈ തന്നെയാണ്. ശരിക്കും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ നമ്മൾ വലിയ സ്റ്റെപ്പ് എടുക്കുന്നത്, പകുതി എടുത്ത് 0 ചേർക്കും. പക്ഷേ അത് എളുപ്പമാണ്. സോ സംടൈംസ് ബിഗ്ഗർ സ്റ്റെപ്സ് ആർ ഈസിയർ. ഓക്കെ, ഇവിടെ വലിയ സ്റ്റെപ്പാണ്, പക്ഷെ അതാണ് എളുപ്പം. ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരാൾ 34 ഇൻറ്റു 5 ചോദിച്ചു കഴിഞ്ഞാൽ 34 പകുതി 17, 170. എത്തിയോ? 18 ഇൻറ്റു 5 990, 18ന്റെ പകുതി. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് 32 ഇൻറ്റു 5, 32ന്റെ പകുതി 16, 160. അതായിരിക്കണം ലോജിക്ക്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇങ്ങനെയാണ് വന്നത്. രണ്ടും ഒന്ന് തന്നെ. നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് നമ്മൾ ഇങ്ങനെ പിടിക്കും, പക്ഷെ ഇതാണ് എളുപ്പം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഞാൻ ഈ നോട്ട്സ് ഷെയർ ചെയ്യും. അതിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 3-4 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ, ഭയങ്കര ടഫ് ആയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇതിൽ ആൻസറും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ DPPന്റെ ആൻസർ വേണം. അത് ഷെയർ ചെയ്യും, പഠിക്കണ്ട. ഷെയർ ചെയ്യും. ഓക്കെ, DPPന്റെ ആൻസർ അല്ലേ?
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അയക്കും, സോൾവ് ചെയ്യാം. ഓക്കെ. ഓ മരിയ സുഖി, താങ്ക് യു. വെൽക്കം, വെൽക്കം, വെൽക്കം. ആരോ ഫിസിക്സ് എങ്ങനെ പഠിക്കാന്നത് ചോദിക്കുന്നുണ്ട്. ഫിസിക്സ് ബേസിക്കലി നല്ല ഇതാണ്. താല്പര്യം ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ആരുടെയും നിർബന്ധത്തിനൊന്നും വഴങ്ങി ഒന്നും എടുക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടൂല, എത്ര നല്ല വിഷയമാണെങ്കിലും. അങ്ങനെ ഇരിക്കും. ഇപ്പോ ചില ആൾക്കാരൊക്കെ പറയും എഞ്ചിനീയറിംഗ് ഭയങ്കര മോശം, പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എഞ്ചിനീയറിംഗിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. എല്ലാം അതിൻ്റെതായ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വരുന്നത്. സോ ഫിസിക്സ് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും NIT കാലിക്കറ്റും. അതേപോലെ വേറെ എവിടെ പോയാലും ഇറ്റ് വിൽ ബി ബെറ്റർ, ലൈക്ക് ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആണ് എക്സാം. ഷുവർ. ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി സോൾവ് ചെയ്യാം. എന്തെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഡോണ്ട് വറി. സോ അങ്ങനെയാണെങ്കിൽ ഞാനും ലീവ് ചെയ്യട്ടെ. ഓക്കെ, ബൈ.